ഹലോ എവറി വൺ. ഇന്ന് ഡിന്നറിന് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സോയ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഓഫ് ചെയ്ത് വെച്ചു. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വഴറ്റി തുടങ്ങാം. എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും നന്നായിട്ട് വഴറ്റി കൊടുത്തു. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ഞാൻ തന്നെ വീട്ടിൽ അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഡ്രൈ സ്പൂൺ ഇട്ടിട്ട് വേണം എടുക്കാൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിൻ്റെ പച്ചമണം പോയ ശേഷം ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. തക്കാളിയും വഴറ്റിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുത്തു. പൗഡറിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ. ഇപ്പോൾ പൗഡറിൻ്റെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സ് ഇപ്പോൾ ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റായി. ഇനി വൃത്തി കഴുകി വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്തെടുക്കണം. ഇവിടെ മസാലയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഉപ്പും ആഡ് ചെയ്ത ശേഷം ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരട്ടെ. അപ്പോൾ സോയ ചങ്ക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചെറുതാണ്. ഇപ്പോൾ നമ്മുടെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അടച്ചിങ്ങനെ കുക്ക് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ നല്ല ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഫൈനലി ഇതാ കൊറിയാൻഡർ ലീവ്സും വെച്ച് ഗാർണിഷ് ചെയ്തു. നല്ല അസലായിട്ടുള്ളൊരു സോയാ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് പറ്റിയ ഒരു ഡിഷാണിത്.